ഹായ് ഫ്രണ്ട്സ്, മഴതോറും മുമ്പേ സീരിയലിലെ ലേറ്റസ്റ്റ് പ്രോമോ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ വൈജയന്തിയെ നോക്കാനായിട്ട് നിന്നിരുന്ന സിസ്റ്റർമാർ പറയുന്നുണ്ട്, നിങ്ങളുടെ മൂത്ത മകളാണെന്ന് പറഞ്ഞ് രാവിലെ മുതൽ ഇവിടെ ഒരു പെൺകുട്ടി നിന്നിരുന്നല്ലോ, ആ പെൺകുട്ടി ഇപ്പം കാണാനില്ലെന്നാണ് പറയുന്നത് കേട്ടെ. പോലീസുകാരൊക്കെ വന്നായിരുന്നു അന്വേഷിക്കാൻ എന്നൊക്കെ തന്നെ വൈജയന്തി ആ സിസ്റ്റർമാരെ അറിയിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വൈജയന്തിക്ക് ചെറിയ രീതിക്ക് ഒരു ടെൻഷനൊക്കെ ആവുന്നുണ്ട്. കാരണം ഇതിൻ്റെ പിന്നിൽ രാജീവനും ശിവനും ഒക്കെ തന്നെ ആയിരിക്കും എന്നുള്ളത് വൈജയന്തിക്ക് ഉറപ്പാണല്ലോ. എന്നാലും നമ്മുടെ അലീനയുടെ മിസ്സിങ്ങിലൊന്നും അല്ല വൈജയന്തിക്ക് സങ്കടം. ഇനി അവളെ കാണാതെ പോയതിൽ ബാലചന്ദ്രൻ എന്തെങ്കിലും കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്നൊക്കെയാണ് വൈജയന്തി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്. അതേസമയത്ത് തന്നെ കടപ്പാട്ടൂർ വീട്ടിലോട്ട് ഗംഗാധരൻ രാജീവനും ശിവനെയും വിളിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ. അവരോട് അലീനയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് പോലീസുകാരും വരികയാണ്. ബാലചന്ദ്രന്റെ മുമ്പിൽ അവർ കുറ്റം സമ്മതിക്കുന്നുണ്ട്. അലീന ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന് അവർ ഏറ്റു പറയുന്നുണ്ടല്ലോ. മിക്കവാറും ആ പോലീസുകാരന്റെ അറിവോട് കൂടിയായിരിക്കും ഇവരിങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ആ പോലീസുകാരൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ബാലേന്ദ്രൻ അവരോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, അലീന എങ്ങനെയാണോ ഇവിടുന്ന് പോയത് അതുപോലെ തന്നെ അലീന എനിക്ക് തിരിച്ചു കിട്ടണം, അവളുടെ മേത്ത് ഒരു പോറൽ പോലും ഉണ്ടാവാൻ പാടില്ലെന്നൊക്കെ ബാലേന്ദ്രൻ അവരോട് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പെട്ടെന്ന് അലീനയുടെ അടുത്തോട്ട് പോവുകയാട്ടോ. പെട്ടെന്ന് തന്നെ അലീനയുടെ അടുത്ത് ചെന്നിട്ട് അലീനയുടെ അവസ്ഥ കാണുന്ന ബാലേന്ദ്രൻ ആകെ സങ്കടം ആകുന്നുണ്ട്. അതിലേറെ സങ്കടം വരുന്നുണ്ടായിരുന്നു ബാലേന്ദ്രനെ കാണുമ്പോൾ അലീനയ്ക്ക്. ബാലചന്ദ്രന്റെ മുഖം ഇങ്ങനെ ചേർത്ത് പിടിച്ച് തന്നെ അലീന വാവിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. ഇവരുടെ ഈ ഒരു സ്നേഹമൊക്കെ കണ്ട്, ഒരച്ഛൻ മോള് സ്നേഹമൊക്കെ കണ്ടിട്ട് തന്നെ ഗംഗാധരനും രാജീവനും ശിവനും ഒക്കെ ഒന്നും മിണ്ടാതെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ആ സങ്കടം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ അകത്ത് നിന്ന് അലീനയെ ചേർത്ത് പിടിച്ചാണ് പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. അലീനയ്ക്ക് ഇങ്ങനെയുള്ള യാതനകളൊക്കെ സഹിക്കേണ്ടി വന്നതിൽ ബാലേന്ദ്രൻ നല്ല കട്ട കലിപ്പിൽ തന്നെയാണ്. നല്ല ദേഷ്യമുണ്ട് ബാലേന്ദ്രന്റെ മുഖത്ത്. അലീനയുടെ ഈ ഒരു അവസ്ഥ നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ ബാലചന്ദ്രന് ഭയങ്കര ദേഷ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യം രാജീവനോടും ശിവനോടും ഒക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അലീനയോട് നിങ്ങൾ ക്ഷമ പറയണം, എങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് പോവുള്ളൂ എന്നൊക്കെ. അങ്ങനെ അവസാനം വേറെ വഴിയില്ലാതെ രാജീവനും ശിവനും അലീനയുടെ മുമ്പിൽ ക്ഷമ യാചിക്കുകയാണ്. രാജീവനും ആ സമയത്തും അലീനയോട് ക്ഷമ ചോദിക്കാൻ വളരെ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് തന്നെ ഇംഗ്ലീഷിലെ ക്ഷമയൊക്കെ ചോദിക്കുക. അന്നേരം അത് കേൾക്കുന്ന ബാലേന്ദ്രൻ പറയുക, ഇങ്ങനെയല്ല, പച്ച മലയാളത്തിൽ തന്നെ ക്ഷമ ചോദിക്കണമെന്ന് പറയുക. സമയത്ത് ശിവനാണെങ്കിലും കൈകൂപ്പി അലീനയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്, മോളെ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുക. സമയത്ത് രാജീവിനോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ അവളുടെ കാല് പിടിച്ച് തന്നെ മാപ്പ് പറയണമെന്ന് പറയുക കേട്ടോ. കാരണം അലീനയ്ക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ രാജീവനാണ് കൂടുതൽ പങ്കെന്നുള്ളത് നമ്മുടെ ബാലേന്ദ്രന് അറിയാം. അതുകൊണ്ടായിരിക്കണം രാജീവിനോട് അങ്ങനെ പറയുന്നത്. എന്തായാലും രാജീവ് അലീനയുടെ കാല് പിടിച്ച് മാപ്പ് പറയാനായിട്ട് ഇങ്ങനെ നീയുമ്പോഴേക്കും തന്നെ അലീന പെട്ടെന്ന് തന്നെ പുറകോട്ട് മാറുക കേട്ടോ. അപ്പം ഇത് കാണുമ്പോൾ നമ്മുടെ കൃഷ്ണമോക്കും സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ അലീനയോട് അവർ ചെയ്തു കൂട്ടിയ ക്രൂരതയ്ക്കൊക്കെ അലീനയുടെ കാല് പിടിച്ചതിനെ മാപ്പ് അപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഗംഗാധരനും ശിവനും രാജീവനും ഒക്കെ ആകെ നാണം കിട്ടി തന്നെ നിൽക്കുകയാണ് ബാലചന്ദ്രൻ്റെ മുമ്പിൽ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.